നമസ്കാരം, ഇത് IBN മലയാളം. മലയാളത്തെ വിസ്മയിപ്പിച്ച മഹാനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായറിനി ഓർമ്മകളുടെ നാലുകെട്ടിൽ മയങ്ങും. 1958 MTയുടെ നാലുകെട്ട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം നേടിയെന്നതും തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന പ്രയോഗത്തിന് അദ്ദേഹം അർഹനാണെന്ന് തെളിയിക്കുന്നതാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചന തുടങ്ങിയ അദ്ദേഹം 1953 മാതൃഭൂമിയുടെ ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടി. 1954 വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥ ആഴ്ചപ്പതിപ്പിൽ അച്ചടിച്ചു വന്നതോടെ MT എന്ന കഥാകൃത്തിനെ മലയാള വായന സമൂഹത്തിന് പരിചിതമായി. പിന്നീട് കുട്ടിയേട്ടത്തി, ഓപ്പോൾ തുടങ്ങിയ ചെറുകഥകൾ സ്വന്തമായ ഒരു ഭാഷയും ശൈലിയുമുള്ള കഥാകൃത്ത് എന്ന മേൽവിലാസം MTക്ക് നേടിക്കൊടുത്തു. നാലുകെട്ട് എന്ന നോവലാണ് MTക്ക് മലയാള സാഹിത്യത്തിന്റെ മുൻനിരയിൽ സ്ഥാനം നേടിക്കൊടുത്തതെന്ന് പറയാം. പിന്നീട് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കിയുള്ള 2ാം മൂഴം എന്നും വായിക്കപ്പെടേണ്ട മലയാള കൃതികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. 1977 ഒരു നവംബർ മാസത്തിൽ മരണം തന്റെ സമീപത്തെത്തി പിന്മാറിയെന്നും അതിനുശേഷം എഴുതി പൂർത്തിയാക്കിയ നോവലാണ് 2ാം മൂഴം എന്നുമാണ് ഇതിഹാസകൃതി എഴുതിയതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അസുരവിത്ത്, വിലാപയാത്ര, പാതിരാവും പകൽ വെളിച്ചവും, വാരണാസി തുടങ്ങിയവയും അദ്ദേഹത്തിന്റെ പ്രശസ്ത നോവലുകളാണ്. എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വം, കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിലെത്തിയ അതുല്യ പ്രതിഭ, മലയാള ഭാഷയ്ക്ക് 2ാം മൂഴം നൽകിയ എഴുത്തിന്റെ ഓളവും തീരവും ഇനി അക്ഷരലോകത്ത് എന്നേക്കും ഓർമ്മ. എല്ലാ അർത്ഥത്തിലും വിസ്മയമായിരുന്നു, ഇതിഹാസമായിരുന്നു MT. മനുഷ്യന്റെ മനോവ്യതയും സംഘർഷവും സമ്മേളിക്കുന്ന അക്ഷര നക്ഷത്രങ്ങളുടെ ഭാവതീവ്രത തലമുറകൾക്ക് പകർന്നു നൽകിയ എഴുത്തിന്റെ പുണ്യം. സാഹിത്യവും സിനിമയും പത്രപ്രവർത്തനവും അടക്കം കൈവച്ചതെല്ലാം പൊന്നാക്കിയ സർഗതീവ്രത. മുഖവരകൾ ആവശ്യമില്ലാത്ത, സമാനതകളില്ലാത്ത വൈഭവം. കണ്ണാടി എന്ന പോലെ മലയാളി സ്വയം പ്രതിഫലിക്കുന്ന കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച സൂക്ഷ്മത. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നെഴുതിയ MTയുടെ പ്രവചനാത്മകതയ്ക്ക് മുന്നിൽ ഓർത്തുവെക്കാൻ വാക്കുകളുടെ മായാജാലം സമ്മാനിച്ച് ധന്യമായ മടക്കം. വരാതിരിക്കില്ല എന്ന ഒറ്റ വാക്കിലൂടെ ഒരു പ്രപഞ്ചത്തെ ചിമിഴിലൊതുക്കിയ കാലത്തിന്റെ ആ മഹാപ്രഭാവത്തിന് നന്ദി. എഴുത്തിന്റെ പെരുന്തച്ഛന് വിട. റിസർച്ച് ഡെസ്ക്, IBN മലയാളം.